ഈ വീഡിയോ കുട്ടിയുടെ പേരൻസിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് അവരുടെ ഗ്രാൻഡ് പേരൻസിനും അതുപോലെ അങ്കിൾസിനും ആൻറ്റീസിനും ഒക്കെ വേണ്ടിയുള്ളതാണ്. പേരൻസ് എനിക്ക് ഫീഡ്ബാക്ക് തരുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അവരൊരു പുതിയ കാര്യം കുട്ടീനെ പഠിപ്പിക്കാൻ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴോ വീട്ടിൽ മറ്റുള്ളവർ വന്നിട്ട് അയ്യോ എന്തിനാ അവനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്തിനാ കരയിക്കുന്നത്, പാവം കുട്ടിയല്ലേ, വെറുതെ വിട് എന്നൊക്കെ പറയാറുണ്ടെന്ന്. അപ്പോൾ ഗ്രാൻഡ് പേരൻസും ഈ അങ്കിൾസും ആൻറ്റീസും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടി കൺഫ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് റൈറ്റ് ആൻഡ് റോങ് മനസ്സിലാവില്ല. മാത്രമല്ല അവർ എസ്കേപ്പ് ബിഹേവിയേഴ്സും പഠിക്കും. അവരൊരു ടാസ്കിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് രക്ഷപ്പെടാന്നുള്ളതും പഠിക്കും. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ കുട്ടികൾ അവരുടെ പേരൻസിൻ്റെ അടുത്തു നിന്ന് ഇമോഷണലി ഡിസ്റ്റൻ്റ് ആവും. അപ്പോൾ അവർ ചിന്തിക്കും അവരുടെ അമ്മയാണ് പ്രശ്നം അല്ലെങ്കിൽ അച്ഛനാണ് പ്രശ്നം. ഇതിങ്ങനെ അവർ മനസ്സിലാക്കും. സോ ഈ ഒരു ബിഹേവിയർ അവർ വളരുന്നതനുസരിച്ച് അവരുടെ ഉള്ളിലും വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരിക്കലും അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നല്ല, ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പേരൻസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് പേരൻസിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പോകരുത്. പകരം പേഴ്സണലി നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ് കുട്ടിയുടെ പേരൻസുമായിട്ട്. കുഞ്ഞിനോടുള്ള സ്നേഹമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യത്തിൽ വെക്കേണ്ടത്. ഫോളോ ഫോർ മോർ ടിപ്സ്.